നമസ്കാരം. കേരളം വല്ലാതെ മാറി ചിന്തിച്ചിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പായി. സംസ്ഥാനം കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം ചില ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരവും ലഭിച്ചിരിക്കുന്നു. പ്രതീക്ഷിച്ചതിലപ്പുറം ഇടതുപക്ഷം തകർന്നടിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത്. UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. BJP കരുത്തറിയിച്ച് ഒരു പ്രബല കക്ഷിയായി ഉയർന്നു വരുന്നതും നമുക്ക് കാണാനായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സംസ്ഥാനം ആർക്കായിരിക്കും കൈകൊടുക്കുക എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുന്നു. നവോത്ഥാന കേരളത്തെ സൃഷ്ടിച്ചത് ഞങ്ങളാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഇടതുപക്ഷത്തിന് കാലിടറിയത് എവിടെ വെച്ചാണ്? ഭരണവിരുദ്ധ വികാരമാണോ? പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ വർഗീയതയാണോ? പരിശോധിക്കാം. എനിക്കിപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ JS അഖിൽ, BJP നേതാവ് യുവരാജ് ഗോകുൽ, CPI നേതാവ് ശ്രീമതി രാഗി രവികുമാർ എന്നിവർ ചേരുകയാണ്. CP ജോണിനെ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചർച്ചയിലേക്ക്. അദ്ദേഹവും ചേരും. എല്ലാ അതിഥികൾക്കും സ്വാഗതം ചർച്ചയിലേക്ക്. ആദ്യം രാഖിയിലേക്ക് പോവുകയാണ്. രാഖി, ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന വാർഡിലെ തന്നെ കൗൺസിലറാണ്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ രാഖി മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് രാഖി. LDF തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. എന്തായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് പോകാനുണ്ടായ കാരണം? എന്താണ് പ്രത്യേകിച്ചും ഇപ്പോൾ രാഖി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3ാമത്തെ പ്രാവശ്യമാണ് രാഖി ഇപ്പോൾ ജയിച്ചു കയറുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്നും കോർപ്പറേഷൻ കൈവിടാൻ കാരണമായത്? കോർപ്പറേഷൻ BJPക്ക് ഭരണം പിടിക്കുവാനായി അവർ ഈ കാലഘട്ടത്തിലല്ല, കഴിഞ്ഞ 2015 മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് അവരുടെ. അത്തരത്തിലുള്ളൊരു മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. 35 സീറ്റിൽ അവരാദ്യം കയറുന്നു, രണ്ടാമത് വീണ്ടും കഴിഞ്ഞ വർഷം തന്നെ ആ 35 നിലനിർത്തുന്നു. പിന്നീടുള്ള ഈ പ്രാവശ്യത്തെ 50 എന്നുള്ള ഈ അക്കത്തിലേക്ക് വരുവാൻ നിരവധിയായിട്ടുള്ള പ്രയത്നങ്ങളുടെ ഭാഗമായി അവർക്ക് ഇപ്പം ലഭിച്ച സ്വായത്തമാക്കിയ ഒന്നാണ്. എന്നാൽ അതിൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പല മുന്നണികളുടെയും ഇടപെടലുകളുടെ ഒരു കുറവുകൾ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഗീയതയും അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് ഇല്ല എന്നുള്ളത് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് അടിസ്ഥാനത്തിൽ വോട്ട് ചോദിച്ചിറങ്ങിയവരുമാണ്. അങ്ങനെ സർക്കാരിനെതിരെ ഒരു മനുഷ്യനും പ്രാദേശികമായി അത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ പെൻഷനുകളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കാര്യത്തിലാണെങ്കിലും ജനങ്ങൾ താഴേക്കിടയിലുള്ള സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇത് എന്ന് അംഗീകരിച്ചു. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ ഒരു അക്കരപ്പച്ചയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പോകുന്നു എന്നൊരു സംശയം നമുക്ക് തോന്നുന്നു. എന്താണ് അക്കരപ്പച്ച എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? നോക്കൂ, നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ രാഗി പറഞ്ഞതുപോലെയുള്ള പെൻഷനുകൾ മറ്റ് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സർക്കാരാണെങ്കിൽ, ഈ സർക്കാർ ഇപ്പോൾ 2ാം തവണയിൽ 3ാം തവണയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ആളുകളാണ് നിങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ആ സർക്കാരിൻ്റെ ഭാഗമാണ്, ശരിയാണ്. പക്ഷേ എവിടെയാണ് പിഴച്ചത്? ഇത്രയേറെ ജനവിഹിതം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായി ഇത്തവണ? ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ജനവിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് LDF ഭരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങൾ എത്ര കണ്ട് രാത്രികാലങ്ങളിൽ ചർച്ച നടത്തുമ്പോഴും ഏതൊക്കെ തരത്തിൽ പരിശോധിച്ചാലും നമുക്ക് ജനങ്ങൾക്ക് താഴെത്തട്ടിലുള്ള സാധാരണക്കാരൻ ഉൾപ്പെടെ കരുതുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഭരണം ഈ ഇന്ത്യയിൽ കേരളത്തിലാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാവുന്ന കാര്യമാണ്. അങ്ങനെ താഴെത്തട്ടിലുള്ള ജനങ്ങളെയും ഈ പ്രദേശത്തിൻ്റെ, കേരളത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ ഓരോ നൂക്ക് ആൻഡ് കോർണർ, ഓരോ മുക്കും മൂലയും ഉൾപ്പെടെയുള്ള വികസനവും ക്ഷേമവും നടത്തുന്ന ഒരു സർക്കാർ ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനമാണ് ഈ രാജ്യം, ഈ സംസ്ഥാനം ഭരിക്കുന്നതെന്നും എല്ലാവർക്കും ബോധ്യമുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അത്തരത്തിലൊരു ഒരു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കേരളത്തിലേക്ക് ഈ അക്കരപ്പച്ച എന്ന് ഞാൻ സൂചിപ്പിച്ചത് വേറെ ആരെങ്കിലുമൊക്കെ വന്നാൽ എന്തൊക്കെയോ ആകും എന്നുള്ളൊരു തോന്നൽ ഇവിടെ സൃഷ്ടിക്കാൻ ചില മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഈ അക്കരപ്പച്ചയിലേക്ക് മാത്രമായി ഒതുങ്ങി നിൽക്കും.
കേരളം കൈവരിച്ച നേട്ടം ഇവിടെ സൂചിപ്പിച്ചു നവോത്ഥാന കാലഘട്ടം മുതൽ ഈ കേരളത്തിലുണ്ടാക്കിയ മാറ്റത്തിന് ഏറ്റവും അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഈ നാട്ടിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ലഭിച്ച മാറ്റമാണ്. അതുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, സാമൂഹ്യക്ഷേമത്തിൽ, വികസനത്തിൽ അങ്ങനെ നാട് ചിന്തിക്കുന്ന, നാട് ആഗ്രഹിക്കുന്ന, ഒരു ജനത ആഗ്രഹിക്കുന്ന മുഴുവൻ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഈ സംസ്ഥാനത്ത് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത്. അങ്ങനെ വന്നൊരു സംസ്ഥാനത്ത് ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്നു അല്ലെങ്കിൽ മാറ്റി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അക്കരപ്പച്ചയിലേക്ക് പോകുന്നു. അത് നമുക്കറിയാം. നാളെ ഇതിന് മറുപടി അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കി തന്നെ പോകും. അത്തരത്തിലൊരു വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. പിന്നെ ഞാൻ രാഗിയിലേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ, മൂന്നാം LDF സർക്കാർ എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്വപ്നങ്ങൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ. കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെ NDA പ്രബലമായ ഒരു കക്ഷിയായി ഉയർന്നു വരുന്ന അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് പാളിച്ച സംഭവിച്ചത് സർക്കാരിന്? രണ്ടാം തവണയും കഴിഞ്ഞു, ഇനിയിപ്പോൾ മൂന്നാം LDF സർക്കാർ എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എവിടെയാണ് പാളിച്ച സംഭവിച്ചത്? ഭരണവിരുദ്ധ വികാരത്തിൽ മാത്രമാണോ കാരണം? മൂന്നാം LDF സർക്കാർ എന്ന് പറഞ്ഞു വരുന്ന അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് വിധി എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ കുറച്ച് കിറ്റിൻ്റെ പേരിൽ അല്ല എന്നുണ്ടെങ്കിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം വലിയ കാര്യമായി മുമ്പോട്ട് പോകാതിരിക്കുന്ന സമയത്ത് സർക്കാർ മിഷനറികൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ സാധ്യമായി എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ അന്നത്തെ വളരെ മോശം പ്രകടനമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടും ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. രണ്ടാം തവണ പിണറായി വിജയൻ സർക്കാർ ഭരിച്ച് കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 മാസത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിലക്കയറ്റം നിന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിപ്പോൾ അക്കരപ്പച്ച അന്വേഷിച്ച് പോകുന്നു. ഇപ്പോൾ ശ്രീമതി രാഖി പറയുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി ബേസ് ചെയ്തിട്ടാണ് ആ മുന വെച്ച വർത്തമാനം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലായിടത്തും തന്നെ ഇടതുപക്ഷം തോൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പോലും 500-ന് മുകളിലേക്ക് എടുത്ത പ്രതിപക്ഷ പാർട്ടി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ്. ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു എന്ന് പറയുന്നത് നോക്കൂ. ഏറ്റവും അധികം സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരുന്ന സംസ്ഥാനം നമ്മളാണ്. ഏറ്റവും അധികം കെട്ടിട നികുതി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരുന്ന സംസ്ഥാനം നമ്മളാണ്. ഏറ്റവും അധികം വിലക്കയറ്റം എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിനേക്കാളും എന്തുമാത്രം വില കുറച്ചാണ് നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ കിട്ടുന്നതെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആൾക്കാർ അക്കരെ പച്ച തേടി പോകുന്നതല്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൽ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ PR ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയും ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ട് അത് ജനങ്ങൾക്കിടയിലേക്ക് വോട്ടാക്കി മാറ്റാനും ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 2020 വിജയിച്ചതുപോലെ അത് 2025 വിജയിക്കണമെന്നില്ല. അന്ന് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് വലിയ ഒരു PR മിഷനറിയുടെ പിൻബലത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തിരുന്ന സമയത്ത് ചില ആൾക്കാരെ കുറേയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നിലവിലത് സാധിക്കാതെ പോയി എന്നുള്ളതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തിരിച്ചടി ഇടതുപക്ഷത്തിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. പിന്നെ ഇടതുപക്ഷം പറഞ്ഞ പല വിഷയങ്ങളും ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നാണ്. ഇപ്പോൾ ശബരിമല വിഷയം ഉദാഹരണം ഇരിക്കുന്നത്. ശബരിമലയ്ക്കകത്ത് കയറിയിട്ട് മോഷണം നടത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും നിശ്ചയമുള്ളതല്ലേ? എത്ര സഖാക്കളാണ് ജയിലിൽ കിടക്കുന്ന സാഹചര്യമുള്ളത്? ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നത് കൊണ്ട് മാത്രം ഗവൺമെൻറ്റിന് ഒരു പരിധി വിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ല എന്നുണ്ടെങ്കിൽ പേരും വേണ്ടേ ഇവരെ പലരെ രക്ഷിച്ചെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പം ജനങ്ങൾ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന കാഴ്ചപ്പാട് അവർക്ക് മുന്നിലേക്ക് വെക്കുന്നവർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് എന്താണോ കൺവിൻസ്ഡ് ആകുന്നത് അതിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ 2016 ഇടതുപക്ഷ അധികാരത്തിൽ വരുന്ന സമയത്ത് അക്കരെ പച്ച തേടി പോയി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അന്ന് UDF വയ്ക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ UDF ചെയ്തതിനേക്കാളും മികച്ച രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ മാറ്റി വോട്ട് ചെയ്തു. 2025 എത്തുമ്പോഴേക്കും കൂടുതൽ വികസന കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആൾക്കാർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നാലും ശരി തന്നെയാണ് മുന്നോട്ട് വെച്ച വികസിത കേരളം അല്ലെങ്കിൽ വികസിത അനന്തപുരി എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിനെ ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് ഇടതുപക്ഷം തോക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
ശരി, ശ്രീ ജെ.എസ്. അഖിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് സംസ്ഥാനം. അതിൻ്റെ ഒരു സെമി ഫൈനലാണല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടായത്. ഇപ്പോൾ അതിൻ്റെ ഫലം വന്നിരിക്കുന്നത്. കോൺഗ്രസ്സിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, പ്രചരണമായാലും അതിൽ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലൊക്കെ പല തരത്തിലുള്ള ചർച്ചകളൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ജനം ഞങ്ങൾക്ക് തന്നെ കൈതരും എന്ന ഒരു പ്രതീക്ഷ അത് വന്നിട്ടുണ്ടോ കോൺഗ്രസ്സിന്? അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഞാൻ വരുത്തി തരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്ത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട്. കാരണം ജനം ഏത് തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? ഈ 18 സീറ്റുകളിലേക്ക് പാർലമെൻറ്റിൽ MP-മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടായി. അതിനുശേഷം വന്ന ബൈ ഇലക്ഷനുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ബൈ ഇലക്ഷനിലെല്ലാം കോൺഗ്രസ് UDF മികച്ച രീതിയിലുള്ള വിജയം കൈവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വളരെ ആലോചിച്ച് ചിന്തിച്ച് കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കുടുംബങ്ങളിലെ അന്തേവാസികളാണ്. സ്വാഭാവികമായിട്ട് അവർ വാർത്തകൾ കാണും. നിങ്ങൾ മാധ്യമ വാർത്തകളെല്ലാം അവർ നന്നായി ശ്രദ്ധിക്കും, പത്രം വായിക്കും, സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യും, അവർ പ്രാദേശിക തലത്തിൽ അവർ രാഷ്ട്രീയം സംസാരിക്കും. എന്താണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലറായിട്ടുള്ള LDF-ൻ്റെ നേതാവ് പറഞ്ഞു, ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങൾ പോലും പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് പോലും ജനങ്ങൾ ചർച്ച ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ എന്താ ചർച്ച ചെയ്തത്? ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി കൂട്ടുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് അന്ന് ക്ഷേമ പെൻഷൻ എനിക്ക് തോന്നുന്നു 100 രൂപ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അതേപോലെ തന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം. അപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നു എന്ന് ജനം അവർ കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞു. പിന്നെ ഇവിടെ പറയാനുള്ളത്, ജനം ദൈനംദിനമായി ഇടപെടുന്ന ഓരോ മേഖലയും നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇവിടെ ഒരു വാട്ടർ ബില്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടുകാരൻ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദൈനംദിനമായി ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ എത്രമാത്രം ടാക്സ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിൽ ടാക്സ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെൻറ് എത്തി നിൽക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഏത് തരത്തിലാണ് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ പോകുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന ഈ പറയുന്ന ടാക്സുകളുടെ, നിർബന്ധിത ടാക്സുകളുടെ ഒരു വലയമുണ്ട്. ആ വലയത്തിനപ്പുറത്തേക്ക് അവന് കടക്കണമെങ്കിൽ തന്നെ വലിയൊരു സാമ്പത്തിക ഭാരം അവൻ്റെ കുടുംബത്തിലേക്കും അവനിലേക്കും വന്നെത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലെത്തി നിൽക്കുന്നു. ആരാ ഇതിൻ്റെ കാരണം? ഈ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇത് ജനം ചർച്ച ചെയ്യും, അവരുടെ വീടുകളിൽ ഇത് ചർച്ച ചെയ്യും, അത് ചർച്ച ചെയ്യും. അപ്പോൾ എന്താണ് UDF പല ഘട്ടങ്ങളിലായി ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി UDF-ഉം പ്രതിപക്ഷവും കൃത്യമായി ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളത് ഉൾക്കൊള്ളുകയും ജനത്തിന് ബോധ്യപ്പെടുകയും ഇപ്പോൾ വിശ്വാസ സംരക്ഷണ സംവിധാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്തുന്ന നിലപാട്, ആരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കൊപ്പം നിന്നത്? വിശ്വാസ സമൂഹത്തിനൊപ്പം നിൽക്കും. ഇപ്പോൾ ശബരിമലയിൽ തന്നെ നമ്മൾ പല കാലത്തും കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു ചാനലിൽ പറയുന്നുണ്ട് സാഹചര്യം. കാരണം പണ്ടൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ശബരിമലയിൽ പോയി ഇങ്ങനെ കൈകൂപ്പാതെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് ഇത് അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അവരുടെ ഒരു മാർക്സിസ്റ്റ് ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതുള്ളതുകൊണ്ട് അവരിങ്ങനെ കൈകെട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്നതാണെന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ജനത്തിന് ബോധ്യപ്പെട്ടു അവർ കൈകെട്ട് മുകളിലോട്ട് നോക്കിയിരുന്നത് അവിടുത്തെ ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ അളവെടുത്തുകൊണ്ട് സ്വർണ്ണത്തിൻ്റെ കണക്കെടുത്തുകൊണ്ട് ഇരുന്നതാണെന്നുള്ളത് ഇപ്പോൾ ഈ മോഷണ വിവരമൊക്കെ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഈ ശ്രീകോവിലിൻ്റെ സ്വർണ്ണപ്പാളിയുടെ അളവ് അവരെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് അവിടെ സംഭവിച്ചിരുന്നത്. അപ്പോൾ ഇത് ജനം ചർച്ച ചെയ്യപ്പെട്ടു. വിശ്വാസ സംരക്ഷണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് വിശ്വാസവും ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഈ ഹിന്ദു മതവിശ്വാസമോ ക്രിസ്ത്യൻ മതവിശ്വാസമോ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസം, ഏത് വിശ്വാസം ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ്റെ വിശ്വാസത്തിലേക്ക് അനാവശ്യമായി കടന്നുകയറ്റത്തിലേക്ക് ഇപ്പോൾ ഏതൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വക്കീലന്മാരാണ് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിസിൽ തന്നെ നമുക്ക് വളരെ കൃത്യമായി നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളിൽ ഊന്നിയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ ഏതൊരു പൗരനും കഴിയും. അപ്പോൾ അതിന് അനാവശ്യമായി കടന്നുകയറ്റം ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ജനം ചർച്ച ചെയ്യും. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നടന്ന മുഴുവൻ അഴിമതിയും, ഈ നാട്ടിൽ നടന്ന അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, ഈ നാട്ടിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഈ നാട്ടിലെ വികസനമില്ലായ്മ, ഇപ്പോൾ ഏത് കാര്യത്തിനും റീലിടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമകൻ, ഈ പറഞ്ഞ നമ്മുടെ നാഷണൽ ഹൈവേയിൽ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ്. ഈ
ഇടിഞ്ഞു വീണ് അപകടമുണ്ടായി, ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. എന്തേ അതിൻ്റെ റീലിടത്ത്? അപ്പോൾ ഈ ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ കാറിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെയിൻ യാത്ര ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താ, കേരളത്തിലെ രാത്രി കാലങ്ങളിൽ പോലും മര്യാദയ്ക്ക് കേരളത്തിലെ സംസ്ഥാനത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തുന്നു. ഇടറോഡുകളുടെ അവസ്ഥ എന്താ? ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ 45 വർഷക്കാലമായി ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കോർപ്പറേഷൻ വാർഡുകളിലെ ഇടറോഡുകളുടെ അവസ്ഥ എന്താണ്? ഇവിടെ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ പോലും ഈ പറഞ്ഞ പൊറോട്ട ചിക്കൻ എഴുതി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അഴിമതിയുടെ ഒരു വലിയൊരു കൂടാരം സൃഷ്ടിച്ച ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തെളിഞ്ഞു. കഴിഞ്ഞ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറെ പ്രയാസം തോന്നിയൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഈ തിരുവനന്തപുരത്ത് ഒരു യുവ മേയർ വന്ന സമയത്ത് ആ യുവ മേയർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളുകളാണ് നമ്മളെല്ലാവരും. കാരണം ഒരു ചെറുപ്പക്കാർ വരുന്നു, അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു ചെറുപ്പക്കാർ മേയറായിട്ട് വരുന്നു, പോട്ടെ, അപ്പോൾ ഒരു ചെറുപ്പക്കാരിയല്ലേ എന്നുള്ള നിലയ്ക്കൊരു അത്തരത്തിലൊരു വിപ്ലവകരമായ തീരുമാനം എടുത്തു എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിൻ സീറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നടന്ന അഴിമതികൾ മാത്രം പരിശോധിച്ചാൽ മതി. രാഖി, ഈ ആര്യ രാജേന്ദ്രൻ മേയറായ സമയത്ത് ഒട്ടേറെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ആര്യക്കെതിരെ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ആര്യ അത് 5 വർഷക്കാലവും അതിനെതിരെ മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലെങ്കിലും ശരിയുണ്ട് എന്ന് പറയേണ്ടി വരികയല്ലേ ഈ അഴിമതിയെക്കുറിച്ച്? ഈ പൊങ്കാല സമയത്തെ കാര്യമൊക്കെ ഇപ്പോൾ അഖിൽ പറഞ്ഞതുപോലെ അതൊക്കെ നമ്മളൊക്കെ കേട്ടതാണ് അന്ന് ആര്യയുടെ മറുപടിയും നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ അഴിമതി ആരോപണങ്ങൾ ഇത്രയേറെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. LDF തന്നെയായിരുന്നല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷക്കാലമായി കോർപ്പറേഷൻ്റെ തലപ്പത്തുള്ളത്. പക്ഷേ അതിനു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്ന ഈ 5 വർഷക്കാലം ഉണ്ടായിരുന്നു. അത് പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എന്താണ് നമ്മൾ കരുതേണ്ടത്? അതിൽ ചില ശരികളുണ്ടെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരികയല്ലേ? ജനം ഇതൊക്കെ കാണുന്നുണ്ട്. അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് തുടങ്ങിയതല്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മാത്രമല്ല, നിങ്ങൾ ആദ്യം മുതൽ ആരോപിച്ച വിഷയമാണ്. അന്ന് മുതൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നമ്മളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തോ ഒരു ശരിയുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടി വരികയല്ലേ ജനം ഇങ്ങനെ വിധി എഴുതുമ്പോൾ? അല്ല, ജനം വിധി എഴുതിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല. 4 കോർപ്പറേഷനുകൾ ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF-ൽ നിന്ന് UDF-ലേക്ക് പോയി. UDF-ലും ഒരിടം BJP-യിലേക്കും മാറി. അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ വ്യക്തിപരമായി ഒരു വ്യക്തിയെ ഈ അവസരത്തിൽ അങ്ങനെ ആരോപിക്കുന്നത് ഞാൻ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് ഈ അഴിമതി ആരോപണങ്ങളെ ഞാൻ പറഞ്ഞോട്ടെ, അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും അവിടെ നടന്നിരുന്നു. അന്വേഷണങ്ങൾ നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മേഖലകളിലെല്ലാം തന്നെ അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷ നടപടികളിലേക്ക് പോയ ഒരു നഗരസഭയാണ് കഴിഞ്ഞ നഗരസഭ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഭരണതലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ആണ് ആരോപണങ്ങൾ വന്നതെങ്കിലും അത് ഏത് രീതിയിലാണ് ചെയ്തതെന്നും അത് ഏത് തരത്തിലാണ് വന്നതെന്നും ഉള്ളത് തെളിയിക്കുകയും അതിനുവേണ്ട ശിക്ഷകൾ നടപ്പിലാക്കുകയും അതിനു വേണ്ടുന്ന മറ്റ് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള നഗരസഭയാണ്. അപ്പോൾ അത്തരത്തിലൊരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ നഗരസഭയിൽ വളരെ കാലമായി ലക്ഷ്യമിട്ടിരുന്ന BJP-യുടെ ഒരു തന്ത്രം. അത് ഒരുപക്ഷെ നമുക്കറിയാം, പ്രാദേശിക രാഷ്ട്രീയം കളിക്കുവാൻ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ ഇതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വിഷയമായതുകൊണ്ടാവാം ഇത്തരത്തിൽ BJP-ക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. BJP ഇവിടെ എടുത്ത ഒരു നയ സംവിധാനത്തിൽ കോൺഗ്രസും അത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനും ചിലപ്പോൾ അടിതെറ്റിയിട്ടുണ്ടാവാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിലൊരു കുറവാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ വ്യക്തിപരമായ ഒരാളെയും ആക്ഷേപിച്ചുകൊണ്ട് ഈ അവസരത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. മറിച്ച് അഴിമതി നടന്നിട്ടുള്ള ഏത് വിഷയത്തിലും അതിന് കൃത്യമായ തീരുമാനമെടുക്കുകയും അതിന് കൃത്യമായ ഉദ്യോഗസ്ഥരെ ശിക്ഷ നടപടികളിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ഇനി ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു, കിറ്റ് രാഷ്ട്രീയവും കോവിഡും ഒക്കെ, ഇതൊക്കെ പറയാൻ എങ്ങനെ അവർക്ക് സാധിക്കുന്നു? ഈ കേരളത്തിനെ അഭിനന്ദിച്ചത് സുപ്രീം കോടതിയുടെ കാലഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞു, കേരളത്തിലെ കമ്മ്യൂണിറ്റി കിച്ചനുകൾ നിങ്ങൾ നോക്കണം, എങ്ങനെ ഈ നാട് ഒരുമിച്ച് ജനങ്ങളെ ചേർത്ത് നിർത്തുന്നു, ഒരു വിഷമ കാലഘട്ടത്തിൽ ചേർത്ത് അങ്ങനെ ജനങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നുവെങ്കിൽ നമുക്ക് സംസ്ഥാനത്തെ മുഴുവൻ ചിത്രം എടുക്കേണ്ട, തിരുവനന്തപുരത്തെ മാത്രം കാര്യം എടുക്കുകയാണെങ്കിൽ
അങ്ങനെ ചേർത്ത് നിർത്തിയിരുന്നുവെങ്കിൽ എവിടെയാണ് പാളിയത്? എന്തുകൊണ്ട് നിങ്ങളുടെ കൈക്കുമ്പിളിലുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തുകൊണ്ട് മാറിപ്പോയി? ചില അക്കരപ്പച്ചകൾ, ഈ വികസിത അനന്തപുരി എന്നുള്ളൊരു മുദ്രാവാക്യം ഒന്നെടുത്ത് ചിന്തിക്കൂ. ഈ താങ്കളെ വരെ ജയിപ്പിച്ച വോട്ടർമാർ അക്കരപ്പച്ച കണ്ടു പോകുന്ന ആളുകളാണോ? എന്റെ വോട്ടർമാർ ശരിയായ രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വഴുതക്കാട് വാർഡിൽ വിജയിക്കാൻ സാധിച്ചത്. എന്റെ വോട്ടർമാർ ശരിയായ രീതിയിൽ ചിന്തിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലുമല്ലെന്ന് അവർ തെളിയിച്ചല്ലോ. കാരണം ഞാൻ ഇവിടെ ജയിക്കുന്ന 3-ാമത്തെ തവണയാണ്. അവർക്ക് അക്കരപ്പച്ചയായിരുന്നില്ല, അവർ ശരിയുടെ പാതയിലാണ്. അവരോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയാണെന്നും അവരോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജയിപ്പിച്ചതാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഉന്നയിച്ച ചില മുദ്രാവാക്യങ്ങൾ, ചില മോട്ടോകൾ, അത് നമ്മളൊന്ന് പരിശോധിക്കണം. ഈ തിരുവനന്തപുരത്ത് എന്ത് തരത്തിൽ വികസനമാണ് നടക്കാത്തത്? ഏറ്റവും അധികം ദൈർഘ്യമുള്ള സ്മാർട്ട് സിറ്റി റോഡുള്ള ഒരു തിരുവനന്തപുരം സിറ്റി, ഏറ്റവും നന്നായി മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ക്ഷേമകാര്യങ്ങളിലാണെങ്കിലും ഇവിടെ നൂക്ക് ആൻഡ് കോർണർ, ഞാൻ സൂചിപ്പിച്ചതല്ലോ, ഇടറോഡുകളിൽ ഉൾപ്പെടെ ഒരു വാർഡ് കൗൺസിലർ ഒരു വർഷം 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സാഹചര്യം ഈ നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിലുള്ള ഭരണത്തിലിരിക്കുന്ന കൗൺസിലർമാർക്ക് മാത്രമല്ല, 100 കൗൺസിലർമാരും ഒരേപോലെ തന്നെ ആ ആനുകൂല്യങ്ങൾ പറ്റി ജനപ്രതിനിധികൾ ശരിയായ രീതിയിൽ അവരുടെ പ്രാദേശികമായി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. പക്ഷേ നഗരസഭ തീരുമാനിക്കുന്ന കാര്യത്തിൽ കൃത്യമായും 1 കോടി രൂപയുടെ 80 മുതൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു വാർഡിൽ ഒരു വർഷം നടത്തിയ ഒരു നഗരസഭയാണ്. അത് കഴിഞ്ഞ കാലഘട്ടവും നടത്തി, ഈ കാലഘട്ടവും നടത്തി. അപ്പോൾ അങ്ങനെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലും മാറ്റമുണ്ടാക്കി. ഞാൻ പറയട്ടെ, ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇന്ന് ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ വർഷങ്ങളായി അധിവസിച്ചിരുന്നവർ തിരിച്ചു വരുന്നു. അവർ പറയുന്നത് പൊല്യൂഷൻ ഇല്ലാത്തൊരു സിറ്റി തിരുവനന്തപുരം നഗരം, ഏറ്റവും നല്ല ആശുപത്രി സംവിധാനമുള്ളൊരു സിറ്റി തിരുവനന്തപുരം നഗരം, അവിടുത്തെ എയർപോർട്ടും പോർട്ടും അതോടൊപ്പം ട്രാഫിക് സംവിധാനങ്ങളുടെ ജാമും ഇല്ലാത്തൊരു സിറ്റി തിരുവനന്തപുരം നഗരം. ഈ നഗരത്തിൽ എന്താണ് നിങ്ങൾ ഇനി ആവശ്യപ്പെടുന്നത്? ഏറ്റവും നല്ല മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം സംവിധാനം നമ്മുടെ നഗരത്തിൽ നടപ്പിലാക്കുന്നു. അങ്ങനെ നോക്കിയാൽ ഈ നാടിന് വേണ്ടുന്നതെല്ലാം കരുതലോടെ ചെയ്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ നഗരത്തിൽ നോക്കിയാൽ നമുക്ക് ബോധ്യമാകുന്ന കാര്യവുമാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഒട്ടേറെ വികസിത പദ്ധതികളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ആയിരുന്നല്ലോ 10-45 വർഷമായി ഉണ്ടായിരുന്നത് ഇവിടെ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് രാഗി പറയുന്നത്. ജനഹിതം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ഒരു അക്കരപ്പച്ച കണ്ടുള്ളൊരു മാറ്റം മാത്രമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഒപ്പം ഇത്രയേറെ വികസിത നഗരമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ NDAക്ക് BJPക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാഗി പറയുന്നത് കേട്ടപ്പോൾ. യുവരാജ്. തീർച്ചയായിട്ടും ഈ അക്കരെ പച്ച കാണണമെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് തരിശായി പോയി എന്ന് ജനങ്ങൾക്ക് തോന്നിയോണ്ടാണല്ലോ ആൾക്കാർ അപ്പുറത്തേക്ക് പച്ച തേടി പോകുന്നത്. അല്ലാണ്ട് ഇവിടെ ആവശ്യത്തിൽ പച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്ത് പച്ച തേടി പോയിട്ടുണ്ടെന്നുണ്ട്. യുവനേതാവായതുകൊണ്ടാണ് താങ്കൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഗുജറാത്തിലും UP-യിലും ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകണം. ഇവിടെ 101 വാർഡുകളിൽ തിരുവനന്തപുരം നഗരത്തിൽ എവിടെ സഞ്ചരിച്ചാലാണ് എന്ത് കുഴപ്പമുള്ളത്? ഇവിടെ സംവിധാനങ്ങൾക്ക് കുറവുള്ളത്? ഈ നാട്ടിൽ ഏറ്റവും നല്ല സംവിധാനങ്ങൾ, ട്രാഫിക് സംവിധാനങ്ങൾ ഉള്ളൊരു നഗരമല്ലേ ഈ നാട്? ഏറ്റവും നന്നായി ആശുപത്രി സംവിധാനമുള്ളൊരു നഗരമല്ലേ ഈ നാട്? ഏറ്റവും നല്ല പൊതുവിദ്യാലയങ്ങളുള്ള നഗരമല്ലേ ഈ നാട്? ഈ നാട്ടിൽ എന്താണ് കുറവ് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിവിടെ പറയാൻ പോകുന്ന നായ്ക്കളെ പിടിക്കുന്നതിനെ കുറിച്ചായിരിക്കും. നായ്ക്കളെ പിടിക്കുക, അതിന് സുപ്രീം കോടതി പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട്. നായ്ക്കളെ നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വികസിത ഈ തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ 45 വർഷമായി ഇടതുപക്ഷം ഭരിച്ചത് ഇവിടെ പച്ചത്തുരുത്ത് ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ അക്കരെ പച്ച എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരിടത്ത് നിൽക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും മനോഹരമെന്ന് ചിലർക്ക് തോന്നും. അത് പോയി സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ രാഗിക്ക് തിരക്കുണ്ട് എന്നെനിക്കറിയാം. ഒരു നിമിഷം ഒന്ന് കാത്തിരിക്കൂ. യുവരാജന് അതിനെന്തും മറുപടി പറയാനുണ്ട്, ഒന്ന് പറയൂ. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവർക്ക് നിൽക്കുന്ന സ്ഥലത്ത് തരിശാണോ പച്ചയാണോ എന്നുള്ള കാര്യം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിന്ന സ്ഥലത്ത് തരിശായിട്ട് അവർക്ക് തോന്നി, അപ്പുറത്താണ് പച്ചാന്ന് തോന്നി, അവർ പോയി. ഇനി അതിന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നോക്കാം അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. 35 വർഷം മുമ്പ് നിങ്ങൾ ഭരിച്ച ബംഗാളിലോട്ട് പോയി നോക്കിയാൽ മതിയാവുമോ? അവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് സമാധാനം ആവുമോ?
നിങ്ങൾ ആദ്യം കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഭരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ സംവിധാനങ്ങൾ ഭരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എപ്പോഴും യു പിയെ കുറ്റം പറയും. യു പിയുടെ നല്ല കാലം ഭരിച്ചത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആവണമെന്നില്ലല്ലോ. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരിച്ചാലും അതിനെ ഇടതുപക്ഷം എന്ന് തന്നെ പറയാമല്ലോ. അപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളായ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിച്ച് കുളമാക്കി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് 2017 ശേഷം മാത്രമാണ് BJPക്ക് മര്യാദയ്ക്ക് അവിടെ അധികാരത്തിൽ വന്നത്. അതിന് ശേഷവും അതിന് മുമ്പും എന്നുള്ള കാലഘട്ടത്തിനെ രണ്ടായിട്ട് തന്നെ വേർതിരിക്കേണ്ടുന്ന തലത്തിലാണ് അവിടുത്തെ ഭരണവും സംവിധാനമൊക്കെ പോകുന്നത്. ഇനി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറിലേക്ക് പോകാം. കാലങ്ങളായി BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇൻഡോർ എന്ന് പറയുന്ന നഗരം. ഇൻഡോർ എന്ന് പറയുന്ന നഗരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരം എന്നുള്ള നിലയിലാണ് കണക്കാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകാനാണെന്നുണ്ടെങ്കിൽ, കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അഹമ്മദാബാദിലാണോ പോകേണ്ടുന്നത്, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? അല്ലല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പറഞ്ഞ സമയത്ത് നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യമല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് അട്ടപ്പാടിയുടെ കാര്യമല്ലല്ലോ. അട്ടപ്പാടിയുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ അതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കും. പിന്നെ അങ്ങ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് 1 കോടി രൂപ വെച്ച് കൗൺസിലർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ല കംപ്ലീറ്റ് ചെയ്യട്ടെ, അത് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഉറപ്പില്ല എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞു. അല്ലല്ല, ഞാനത് പറഞ്ഞോട്ടെ രാഗി, ഇത്രയ്ക്ക് അക്ഷമ കാണിക്കാതിരിക്കൂലേ? അക്ഷമ കാണിക്കാതിരിക്കും. ഞാനത് പറഞ്ഞോട്ടെ. ഇപ്പോൾ BJPയുടെ 35 സീറ്റ് ഉണ്ടായിരുന്നു. ആ 35 സീറ്റിൽ ഏതാണ്ട് 90% BJPക്ക് നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പുതിയ 10-15 സീറ്റുകൾ BJP കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? BJPയുടെ കൗൺസിലർമാർ കൃത്യമായിട്ടും ചെലവഴിക്കേണ്ട തുക ചെലവഴിക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൗൺസിലർമാർ ചെയ്യാതിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രദേശങ്ങൾ തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ തട്ടിലൊരു മേയറോ അതിനുള്ള സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. മേയറെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ വേണ്ട ഗായത്രി ബാബു, നിങ്ങളുടെ ഏരിയ സെക്രട്ടറിയുടെ മകള് തന്നെയാണ് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടത്. എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഓഫീസ് എന്ന് പറയുന്നത് സ്വന്തം കരിയർ ബിൽഡിങ്ങിന് പകരമായിട്ട് കയറി വരുന്ന ഒരു 4 പേരോട് സംസാരിക്കാനുള്ള സാവകാശം കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു എന്ന് പോസ്റ്റ് ഇട്ടത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എവിടെയാണ് അക്കരെ പച്ചയിരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തരിശാണ് എന്ന് ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അക്കരെ പച്ച തേടി പോകും. ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. കുറച്ച് നേരത്തെ മണി ആശാൻ വന്ന് പറയുന്നുണ്ടായിരുന്നു, എന്താണ് പെൻഷൻ വാങ്ങി തിന്നിട്ട് പോയിട്ട് തോന്നിവാസം കാണിച്ചു എന്നൊക്കെയുള്ള ജനങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ട്. അതുപോലൊരു അധിക്ഷേപത്തിന്റെ കുറച്ചുകൂടി വളരെ മനോഹരമായിട്ട് രാഗി പറയുന്നതേ ഉള്ളൂ. ഇറങ്ങേണ്ടതുണ്ട്. രാഗി ഇന്നിപ്പോൾ 3ാം തവണയും വിജയിച്ചതൊക്കെയാണ്. വിജയാഹ്ലാദ പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു, കുറച്ചു നേരമേ ഞാൻ ഉണ്ടാവൂ എന്ന് പറഞ്ഞിരുന്നു. വളരെയധികം നന്ദി രാഗി ഞങ്ങളോടൊപ്പം ഇരുന്നതിന്.